ടാറ്റയെ മുഴുവനായിട്ട് ബഹിഷ്കരിക്കുമോ? അതാണിപ്പം അറിയേണ്ടത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാത്രം ബഹിഷ്കരിച്ചാൽ ആ പ്രതിഷേധം ശക്തമാകത്തില്ലല്ലോ. അപ്പം മുഴുവനായിട്ട് എത്രത്തോളം ബഹിഷ്കരിക്കാൻ കഴിയും? അതിൽ ടാറ്റയ്ക്ക് എന്ത് കുഴപ്പം സംഭവിക്കും? സാറ് പറഞ്ഞ ആ അവസാനത്തെ ചിരിയിൽ തന്നെ ഉണ്ട് എല്ലാം. ടാറ്റയെ ബഹിഷ്കരിക്കട്ടെ. ഈ ബഹിഷ്കരിക്കും തോറും ടാറ്റയുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ടാറ്റയുടെ വ്യാപാര ശൃംഖലയിൽപ്പെട്ട ഒരു സ്ഥാപനമാണെന്നുള്ള പലർക്കും അറിയില്ലായിരുന്നു. ഈ ന്യൂജൻ പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു വസ്ത്ര വ്യാപാരം. കാരണം വില കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, ഏറ്റവും സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടികൾക്കും താഴ്ന്നു നിൽക്കുന്ന കുട്ടികൾക്കും ഒരേപോലെ വസ്ത്രം എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാപനമാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. കാരണം മോഡേൺ വസ്ത്രങ്ങൾ വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. ഇപ്പം ഞാനും എൻ്റെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോയി എടുക്കാറുണ്ട്. അത് ഈ വസ്ത്രം മാത്രമല്ല, അവിടെ പ്രോഡക്റ്റുകൾ, പെർഫ്യൂംസ് ഉണ്ട്, ഇത് ഈ പറഞ്ഞ ചപ്പൽസ് ഉണ്ട്, ബാഗ്, ഇതൊക്കെ ഉണ്ട്, ഷൂസ്, ഇതൊക്കെ നിരവധി പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അത് വളരെ തുച്ഛമായ വിലയ്ക്ക് 299 രൂപയൊക്കെയുള്ള ചില ചെരുപ്പ്, നല്ല ബ്രാൻഡഡ് നല്ല സാധനങ്ങൾക്കൊക്കെ. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഗതി ഈ ബഹിഷ്കരണം കാരണം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് സംഘടനയുടെ ഈ ഒരു ബഹിഷ്കരണം കാരണം ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ശ്രദ്ധയാകർഷിച്ച്. ഇതുമാതിരി നമ്മുടെ കേരളത്തിലെ പലർക്കും അറിഞ്ഞുകൂടാത്തത് ഇത് ഫുൾ ഇവർക്ക് ഒരു വലിയ മാർക്കറ്റിംഗ് ആയി, അറിയാത്തവരും അറിഞ്ഞ് ഇനിയിപ്പോ ഇന്നത്തെ ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വ്യാപാര സ്ഥാപനത്തിൽ ഇതെടുക്കരുത്, പെരുന്നാളിന് വസ്ത്രം എടുക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബഹിഷ്കരണം നടത്തിയത്. പക്ഷേ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ യുവതലമുറ ഇപ്പൊ സ്റ്റുഡിയോയിലാണ് കയറുന്നത്. ഇങ്ങനെയൊക്കെ വിലക്കുറവുണ്ടോ? ഇവർക്ക് 1 രൂപ പോലും ചിലവാക്കാതെ ടാറ്റയ്ക്ക് കൊടുത്ത വലിയൊരു മാർക്കറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ ഈ ജമാഅത്തെ മുസ്ലിം ഇവരുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് നടത്തിയത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം തന്നെ ടാറ്റയുടെ മറ്റൊരു പ്രോഡക്റ്റ് കൂടി ഇപ്പോൾ കയറി ഭയങ്കരമായിട്ട് ഹയർ അയക്കുക. നമ്മുടെ ഇൻസ്റ്റാ റീലിലൊക്കെ ഇപ്പോൾ ടാറ്റയുടെ ആ ഒരു ആഡ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ആഡിന് വേണ്ടി എടുത്തതാണ്. സംഗതി ഇതാണ്, ഹാരിയർ EV എന്ന് പറയുന്ന ടാറ്റയുടെ ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കുന്ന പുതിയൊരു കാർ വിപണിയിൽ ഇറങ്ങി. ഇതിന് ആനപ്പാറയിൽ ഈ കാറ് കയറ്റി, അതായത് ഇതിന് സ്റ്റണ്ട് ഡ്രൈവേഴ്സൊക്കെ അതിന് കയറ്റാൻ പറ്റും. ആ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഫഹദ്, ആ പേര് ശ്രദ്ധിക്കുക, ഡോക്ടർ മുഹമ്മദ് ഫഹദ് എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് ഡ്രൈവർ ആണ്. ആൾ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സ്റ്റണ്ട് ഡ്രൈവറാണ്. നല്ല ഡ്രൈവിങ്ങിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ടാറ്റ ഹാരിയർ EV എന്ന് പറയുന്ന കാറ് ആനപ്പാറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും മുകൾ തട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റുമൊക്കെ, അങ്ങനെയൊന്നും സാധാരണ സഞ്ചാരികൾക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു വലിയ പാറയാണത്. വലിയൊരു കുന്നാണത്. അപ്പോൾ അതിലധികം ആൾക്കാരൊന്നും കയറത്തില്ല. പക്ഷേ ജസ്റ്റ് നടന്നു പോകാനുള്ള ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. നടപ്പാത ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ, കരിങ്കല്ലാണ്. അപ്പോൾ ഇതിലൂടെ ഈ ടാറ്റ വണ്ടി ഓടിച്ച് കയറ്റുക എന്ന് പറയുന്ന ഭയങ്കര പ്രയാസമുള്ള. ഇതിനു മുമ്പ് ഈ ബഹിഷ്കരണത്തിന് തൊട്ട് മുമ്പ് ഇൻസ്റ്റയിലൊക്കെ റീലുകളിലൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പം ഈ ഡോക്ടർ മുഹമ്മദ് ഫഹദ് ഇതിനോടൊപ്പം ഭയങ്കരമായിട്ട് കയറി അങ്ങ് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങി. അദ്ദേഹം ഫുൾ വൈറലായി എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ ടാറ്റയുടെ ഇത് അടിച്ചു നോക്കുമ്പോൾ തന്നെ ഈ റീലുകളാണ് വരുന്നത്. ഇതിനകത്തൂടെ ജസ്റ്റ് അവർ ആഡിന് വേണ്ടിയിട്ടാണ് ഈ റീൽ എടുത്തത്. അത് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നില്ല. 2 തട്ട് കയറിയപ്പം വലിയ പ്രയാസമില്ല, പക്ഷെ 3ാമത്തെ തട്ട് വലിയ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാനത് കയറ്റി. അങ്ങനെ അവരുടെ ആ ആഡ് അങ്ങ് വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടാറ്റ ഇത് ഫുള്ള് ഇയാളെ സ്പോൺസർ, ഇയാളുടെ ഇതും ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷമാണ്. ഒന്നാമത് നമുക്കറിയാം, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതൊരു കമ്പനിയാണ്, പ്രത്യേകിച്ച് ടാറ്റ പോലുള്ള വലിയ ഒരു വമ്പൻ ഈ ഒരു കമ്പനി അവർ നോക്കിയും കണ്ടുമൊക്കെ ഓരോ വ്യക്തികളെയും ഇതിനായിട്ടൊക്കെ വിനിയോഗിക്കുന്നു. അപ്പം ഇദ്ദേഹം പറയുന്ന കേട്ട് ഇദ്ദേഹത്തിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ് ടാറ്റ എന്നെ എടുത്തത്, എന്നെ സെലക്ട് ചെയ്തത്. അതിനിടയ്ക്കൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൊണ്ടുണ്ട്, ഞാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് പോലും ചൂഴ്ന്നു നോക്കിയിട്ടാണ് അദ്ദേഹത്തിനെ ടാറ്റ ഗ്രൂപ്പ് എടുത്തത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ എടുക്കുകയും ഇത്തരത്തിൽ ഈ ആഡിന് വേണ്ടി അദ്ദേഹത്തിനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇദ്ദേഹം നല്ലൊരു, ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റണ്ട് ഡ്രൈവർ കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കാറ് കയറ്റുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധയാകർഷിക്കുകയും, കാരണം ഒരിക്കലും ഈ മല കയറാൻ പറ്റില്ല. ചില ചൈന പ്രോഡക്റ്റ്, ഹുണ്ടായിയുടെയൊക്കെ ചില
പ്രോഡക്റ്റ് കാറുകളൊക്കെ ഇത്തരത്തിൽ അവരുടേതായ ചില ഇത് കയറുന്ന റൈഡ് പോകുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ വനമേഖലയിലൊക്കെ റൈഡ്. പക്ഷെ ഇതെന്ന് പറയുന്ന ഭയങ്കര ഒരു പവർഫുൾ എൻജിൻ അല്ലെങ്കിൽ അത്രയും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കയറാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ കാർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റായി. എന്തായാലും ഇനി ഇത് ഇന്ത്യൻ വിപണി കീഴടക്കും എന്നുള്ളത് വലിയൊരു തെളിവായി മാറിയിരിക്കുകയാണ്. ആദ്യം ഈ റീല് വലിയ ആകർഷണമൊന്നും ഇല്ലായിരുന്നു, ചിലവർ കണ്ടവർ പക്ഷെ അത്യാവശ്യം കയറിപ്പോയായിരുന്നു. പിന്നീട് ഇതിനങ്ങ് റീച്ച് കയറി. ഇത് ഇങ്ങനെയാണ്. ഇപ്പം മനോരമ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കണം ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ആ കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്റേണൽ ആയിട്ടുള്ള ചില മെക്കാനിക്കൽ എൻജിൻ ചില സംഗതികളൊക്കെ ഓസ്ട്രേലിയൻ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ടാറ്റയുടെ വിവിധ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി തിക്കും തിരക്കുമാണ് എന്നുള്ളത്. സുഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞോണം മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകളാണ് ക്യൂ നിൽക്കുന്നത്. ഞാൻ ചില കർപ്പൂരം. അപ്പൊ ഈ പറയുന്ന വ്യക്തികൾ ആദ്യം നിരോധിക്കേണ്ട, ഇപ്പൊ ഹജ്ജ് സമയമാണ്, ആദ്യം നിരോധിക്കേണ്ട എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യയെ ബഹിഷ്കരിക്കുക അല്ലേ, ഹജ്ജിന് പോകാതിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എയർ ഇന്ത്യ പണ്ട് EP ജയരാജൻ ഇന്ത്യക്ക് ബഹിഷ്കരിച്ചതുപോലെ. അതെ അതെ. അപ്പോൾ എയർ ഇന്ത്യയെ ബഹിഷ്കരിക്കുക എന്നുള്ള മാത്രമല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ടാറ്റയുടെ പ്രോഡക്റ്റ് നമ്മൾ അറിയാതെ എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ബഹിഷ്കരിക്കുക. മാത്രമല്ല പാസ്പോർട്ട് അടിക്കുന്നത് ടാറ്റയുടെ കമ്പനിയാണ്. അങ്ങനെയെങ്കിൽ പാസ്പോർട്ടിനെ ബഹിഷ്കരിക്കുക, എല്ലാ പ്രോഡക്റ്റും ബഹിഷ്കരിക്കണം. അപ്പോൾ ഇന്നലെ ചില ചർച്ചകളിലൊക്കെ 1-2 വ്യക്തികളോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എല്ലാം ബഹിഷ്കരിക്കണ്ടേ? അല്ല, ഇത് ഞങ്ങൾ ഒരു സൂചന നൽകിയതാണ്. ഈ സ്റ്റുഡിയോയിൽ മാത്രം എന്തിനാണ് ഇങ്ങനെ സൂചന നൽകുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാ പ്രോഡക്റ്റും ബഹിഷ്കരിക്കണ്ടേ? ഇപ്പൊ ടാറ്റ മാത്രമല്ലല്ലോ, മഹീന്ദ്രയും അതേപോലെ തന്നെ വേറെ ഏതാണ് അദാനിയും മഹീന്ദ്രയും ഒക്കെ ഇത്തരത്തിൽ പ്രതിരോധ മേഖലയിൽ ഇസ്രായേലിന് നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്പനി. അത് ഈ പ്രതിരോധ മേഖലയിൽ ഇത്തരത്തിലുള്ള സഹായമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കച്ചവടമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള പലവിധ കച്ചവടങ്ങളുണ്ട്. പല യുദ്ധോപകരണങ്ങളുടെ പല പാർട്സുകൾ ഉണ്ടാക്കി കൊടുക്കുക, പല വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യമാണ്. അല്ലാതെ ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ടാറ്റ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറയുന്നതും ഇത് സംഗതി. അതായത് ഈ പ്രതിരോധ വകുപ്പിൽ എന്തൊക്കെയാണ് ടാറ്റ പ്രോഡക്റ്റുകൾ അവിടെ എത്തുന്നത് എന്നുള്ളത് അത് ടാറ്റ എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ മുതലാളി മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സാങ്ഷൻ ആക്കിയാലേ ഇവിടുന്ന് ഇന്ത്യക്ക് അതൊന്ന് പുറത്തോട്ട് ഒരു കാര്യം പോകത്തുള്ളൂ. ഇനി പച്ചക്കറി ഉൾപ്പെടെ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉൾപ്പെടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈൻ വേണം. മാത്രമല്ല പ്രതിരോധ വകുപ്പുകളുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയോ കച്ചവടങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ മറ്റു സാങ്കേതിക വിദ്യകളുമായിട്ടോ ഒക്കെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ സൈന്യ തലവന്മാർ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഓഫീസിലെ സൈനും അതിന് വേണ്ടുന്ന ഓർഡറുകളും ഇല്ലാതെ ഇവർക്കൊന്നും തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ ബഹിഷ്കരിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ ബഹിഷ്കരിച്ചിട്ട് പോട്ടെ. അല്ലാതെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ ഒറ്റ പ്രോഡക്റ്റിനെ ബഹിഷ്കരിക്കുന്നതിൽ എന്ത് ന്യായമാണെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. അത് മറ്റെന്തെങ്കിലും കച്ചവട ഇതാണോ എന്ന് ചോദിച്ചാലും അത് അറിയില്ല. എന്തായാലും ടാറ്റയെ ബഹിഷ്കരിക്കുന്ന ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലൊരു പൊങ്കാല തന്നെ ഇട്ടേക്കുവാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ തന്നെയാണ്. ഇങ്ങനെയാണോ ടാറ്റയുടെ പ്രോഡക്റ്റ് ആണ് സ്റ്റുഡിയോ, എങ്കിൽ ധൈര്യമായിട്ട് പോയി എടുക്കാം. അയ്യോ സ്റ്റുഡിയോ വേറെ ഏതോ ആണെന്ന് കരുതിയാണ് ഇരുന്നത്, ഏതോ ഇതാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പോയി എടുക്കാം. ഞങ്ങളെല്ലാവരും ഇന്ന് തന്നെ പോയി. മുരളീധരനൊക്കെ ഇന്നലെ 7500 സാധനം പോയി സ്റ്റുഡിയോ നിന്ന് എടുത്ത് ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രതിഷേധമാകാം. ഈ പലസ്തീൻ അല്ലെങ്കിൽ ഗാസയിലെ കുട്ടികളെ കൊല്ലുന്നു എന്നുള്ള തരത്തിൽ ആ രാജ്യം എവിടെ കിടക്കുന്നു, നമ്മുടെ ഇന്ത്യ എവിടെ കിടക്കുന്നു? ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ല. ഒരു പക്ഷേ ഇപ്പോൾ പഹൽഗാം ആക്രമണം ഉണ്ട്, ഇവർ എത്ര മെഴുകുതിരി എത്ര പ്രതിഷേധവും നടത്തി ഈ പാകിസ്ഥാനെതിരെ. കാശ്മീരിലെ മുസ്ലിം വിഭാഗങ്ങൾ വരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ എവിടെ പോയിരുന്നു? അവർ ഒരു മെഴുകുതിരി കത്തിച്ചെങ്കിലും. നമുക്കറിയാം ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ആ ഞായറാഴ്ചകളിൽ അവർ പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു അല്ലേ? അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതാണ് ഒരു മതേതരത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് പറയുന്നത്. ഇവരെന്താണ് ചെയ്തത്? ഇവർ നമ്മുടെ രാജ്യത്തിനുണ്ടായ 29 പേരെ നരനായാട്ടം നടത്തി കൊലപ്പെടുത്തിയതിന് ഒരു വാക്കുകൊണ്ട് ഇവരൊക്കെ പ്രതികരിച്ചു, ഒരു പോസ്റ്റ് കൊണ്ട് പ്രതികരിച്ചു. ഇവർ ഈ പ്രതിഷേധിക്കുന്ന ഫേസ്ബുക്ക് വരെ ആരുടെയാണ്? ജൂതന്മാരുടെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇവർ ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ ഇവർ നിലനിൽക്കുന്ന മണ്ണ് ആരുടെയാണ്?
അപ്പോൾ ഒരു കാര്യമില്ലാതെ വെറുതെ മതസ്പർദ്ധ ഉണ്ടാക്കി വർഗീയ വിഷം തരുത്തി തീവ്രവാദികൾക്ക് എന്താ പറയുക പിന്തുണ നൽകുന്ന ഒരു സംഘടനയായി അവർ മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മറ്റുള്ള ഇന്ന് പാളയം ജമാഅത്ത് പള്ളിയിൽ ഇന്ന് പ്രഭാഷണം നടത്തി അദ്ദേഹം എന്താണ് പറഞ്ഞത്? പഹൽഗാമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ, അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അല്ലാതെ ഇത്തരത്തില് സുഡിയെ ബഹിഷ്കരിക്കുക, എന്തായാലും സുഡിയയ്ക്ക് വലിയ മാർക്കറ്റിംഗ് ഉണ്ടായി എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് അവരുടെ രോമത്തിൽ പോലും തൊടാനൊന്നും ഉമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. എന്തായാലും ബഹിഷ്കരണമൊക്കെ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയുള്ള ചില പ്രോഡക്റ്റുകൾ ടാറ്റയുടെ ആണെന്നുള്ള അറിയും. ഇനിയിപ്പോൾ അടുത്ത അദാനിക്കെതിരെ തിരിയും, അടുത്ത അംബാനിക്കെതിരെ തരും. പക്ഷെ ഇവരൊക്കെ ഒന്നും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കോർപ്പറേറ്റ് മുതലാളിമാർ എന്ന് പറയുന്ന നമ്മൾ കളിയാക്കുന്ന ഇവരുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. നമ്മുടെ കോവിഡ് സമയത്ത് 1500 കോടി രൂപയാണ് ടാറ്റ നമുക്ക് നൽകിയത്. ഇനിയും നൽകാൻ, എൻ്റെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും നൽകാൻ അദ്ദേഹം സന്നദ്ധനാണ് എന്നുള്ളൊരു വാർത്തയാണ്. ഇനിയും ഞാൻ തരാം, എത്ര കോടി വേണം, എൻ്റെ ജനങ്ങളെ കാക്കേണ്ടുന്ന ഒരു ബാധ്യത എനിക്കുണ്ട്. നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലം, ബ്രിട്ടീഷുകാർ തച്ചുടച്ചിട്ട് പോയ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്തായിരുന്നു? അതിൽ നിന്ന് കരകയറ്റിയ അതിൽ ഏറ്റവും മുൻപന്തിൽ നിന്ന ഒരേ ഒരു മുതലാളി എന്ന് തന്നെ നമുക്ക് പറയാം, അത് ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. ടാറ്റ അന്ന് നമ്മുടെ പല കാര്യങ്ങളും ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സമ്പദ് വ്യവസ്ഥ ഒരു അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കിയത്. ഇതൊക്കെ മറന്നുകൊണ്ടുള്ള ഇവന്മാരുടെയൊക്കെ പോലുള്ള ബഹിഷ്കരണ പദ്ധതികൾ പോകില്ല എന്ന് പറഞ്ഞ് എനിക്ക് മാറ്റാൻ എനിക്ക് പറ്റും. അത് ഞാൻ മാത്രമല്ല, അന്നം ഉണ്ടെന്ന ഇന്ത്യയിൽ താമസിക്കുന്ന, ഇന്ത്യൻ മണ്ണിൽ ചവിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയും ഇതിനെ അനുകൂലിക്കത്തുമില്ല, ഇതിന് മുന്നോട്ട് പോകത്തുമില്ല. ഇതൊക്കെ വെറുതെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സമയം പോലും വെറുതെ എന്ന് പറയും.